ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നിങ്ങളോട് സോറി പറയട്ടെ. എന്താ വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഡാൻസിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ട്യൂട്ടോറിയല് കുറച്ച് ലാഗ് വന്നു. അപ്പൊ സോറി. എന്താ വെച്ചാൽ ഒരാഴ്ചയോളമായി അല്ലെ, രണ്ടാഴ്ചയായി. ഒരാഴ്ച കഴിഞ്ഞ് ഇട്ട വീഡിയോ ആണ്. അപ്പൊ അതിന് ആദ്യം തന്നെ സോറി പറയുന്നു. അപ്പൊ നമുക്ക് വീണ്ടും തുടങ്ങാം. ഇനി ഞാൻ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഈ ബാക്കിയുള്ള വീഡിയോസിന്റെ സ്റ്റെപ്സ് അടവുകൾ ഉള്ളത് ഓരോന്നോരോന്നായിട്ട് ഇടാം കേട്ടോ. ഒരാഴ്ച എന്നുള്ള ഗ്യാപ്പ് വെക്കുന്നില്ല. എന്താ വെച്ചാൽ സ്കൂൾ പൂട്ടിയിരിക്കില്ലേ, അപ്പൊ എല്ലാവരും ഫ്രീ ആയിരിക്കും. കുട്ടികളൊക്കെ അത് മുതിർന്നവർക്കും ഒക്കെ സമയം കിട്ടും പഠിക്കാൻ. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യണം. അതുപോലെ നമുക്ക് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന സോങ്സിന്റെ ട്യൂട്ടോറിയൽ ഞാൻ ഇടാം. അതും ഡെയിലി ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോസ് വരുമ്പോൾ കാണാം, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ റീൽസ് ഇടുക. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് അടവ് ഏതായിരുന്നു പഠിച്ചത്? ആദ്യം നമുക്ക് പ്രയർ നോക്കാം അല്ലെ. ഒന്ന് എല്ലാവരും ചെയ്തോട്ടോ. ഇപ്പൊ ഓക്കെ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഫസ്റ്റ് അടവ് അതെങ്ങനെ പഠിച്ചു? തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം തേ. തട്ടടവിലെ ഫസ്റ്റ് അടവിലെ ഒരു കാലിൽ ഒരു ചവിട്ട്, അത്രേ ഉള്ളൂ. അടുത്തത് രണ്ടാമത്തെ അടവില് തട്ടടവില് അതെങ്ങനെയാണ്? ഒരു കാലിൽ രണ്ടടി. തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം തേ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ അടവ്. ഇനി നമുക്ക് മൂന്നാമത്തെ അടവ് എന്താന്ന് നോക്കാം. മൂന്നാമത്തെ അടവ് എങ്ങനെയായിരിക്കും? ഒന്നും രണ്ടും എങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു കാലിൽ 3 അടി വെച്ചിട്ടായിരിക്കും അല്ലെ? അതെ. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ. കഴിഞ്ഞതില് 1ഉം 2ഉം അടവ് പഠിച്ചു. അപ്പൊ മൂന്നാമത്തെ അടവ് ഒരു കാലിൽ 3 അടി വീതം. അപ്പൊ സമത്തിൽ നിന്നു അരമണ്ഡലത്തിലോട്ട് ഇരുന്നു. ദെൻ തുടങ്ങാണ്. ഒരു കാലിൽ 3 അടി കേട്ടോ. തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു കാല് 3 ചവിട്ട് വീതം അല്ലെ, 3 അടി വീതമാണ് എന്ത് മൂന്നാമത്തെ അടവ്. അപ്പൊ 1 2 3 പറഞ്ഞിട്ടും കളിക്കാം. അപ്പൊ ഒന്നും കൂടെ എല്ലാവരും ഒരുമിച്ച് കളിച്ചു നോക്കാം. എങ്ങനെയാണ്? 1 2 3 1 2 3 1 2 3 1 2 3. ആവുന്നതും നന്നായി അരമണ്ടൽ ഇരിക്കണം. ഞാൻ ഇരിക്കുന്നത് പോരാ. അപ്പൊ നിങ്ങൾ ഇനിയും ഇരിക്കണം. ഓക്കെ. അപ്പൊ നാലാമത്തെ അടവ് എന്താ? നമുക്കിതിൽ നാലാമത്തെ അടവും കൂടെ പഠിക്കാം അല്ലെ. ശരിക്കും മൂന്നാമത്തെ മാത്രം വിചാരിച്ചു. നാലാമത്തെ അടവും കൂടെ പഠിക്കാം. നാലാമത്തെ അടവ് എങ്ങനെയാണ്? ഒരു കാല് 4 അടി വീതം കേട്ടോ. അരമണ്ടൽ ഇരിക്കുക. തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം തേ. തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം തേ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പല സ്പീഡിലും പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. നാലാമത്തെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, ഇതാണ് നാലാമത്തെ അടവ്. നമുക്ക് 5ഉം 6ാമത്തെ അടവ് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. 1ഉം 2ഉം 3ഉം 4ഉം അടവുകള്. തട്ടടവിലെ 4 അടവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഭരതനാട്യത്തിന്റെ ക്ലാസിക്കല്. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ മാസം അല്ലെ, ഈ മാസം സ്കൂൾ തുറക്കുമ്പോഴേക്കും നമുക്ക് ഭരതനാട്യത്തിന്റെ ബേസിക് അടവുകളെല്ലാം നോക്കാം, പഠിപ്പിച്ച് തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ.